ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്ന ഇൻഫെർട്ടിലിറ്റിയാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ഈ ഡിസ്കഷൻ ഇൻകംപ്ലീറ്റ് ആയി പോകും. കാരണം റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അസോസിയേറ്റ് ആയിട്ടാണ് ഒരു കപ്പിളിന് വെദർ ദേ ക്യാൻ ഹാവ് ചിൽഡ്രൻ ഓർ നോട്ട്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. അതായത് ഫിസിക്കലി, ഫങ്ഷണലി ആൻഡ് സ്ട്രക്ചറലി ഇഫ് ദേ ഹാവ് നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതാണ് അത് പ്രൈമറി തിങ് അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുക, ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി കണ്ടീഷൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, വാട്ട് വി ആർ ഡിസ്കസിങ് ദാറ്റ് ഡിസ്കഷൻ വിൽ ബി ഇൻകംപ്ലീറ്റ് കേട്ടോ. എങ്ങനത്തെ കപ്പിളിനെയാണ് നമ്മൾ ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്നതെന്ന് അറിയോ? വിത്തൗട്ട് എനി കോൺട്രാസെപ്ഷൻ മെത്തേഡ്, ഇഫ് they are undergoing normal sexual intercourse for 2 years continuously, and if they are not getting pregnancy in these 2 years, then we can say they have some problems and they have infertility problem, like that we can say. അതായത് നോർമൽ ആയിട്ട് ഒരു കപ്പിള് സാധാരണ പോലെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്ത് 2 വർഷത്തോളം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാതെ സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി തന്നെയാണ്. അതായത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. അതിന്റെ റീസൺ പലതാവാം കേട്ടോ. ദാറ്റ് മേ ബി ഫിസിക്കൽ റീസൺസ് ആവാം, അവർക്ക് എന്താ പറയാ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലുള്ള എന്തെങ്കിലും പ്രശ്നമാവാം, അതല്ലെങ്കിൽ അവരെ എന്താണ് കോൺജനിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാവാം, അതായത് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസീസസ് ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രഗ് എടുക്കുന്നതുകൊണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവാം. ഇമ്മ്യൂണോളജിക്കൽ എല്ലാ ഡ്രഗ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചില മരുന്നിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഓവം പ്രൊഡക്ഷനോ സ്പേം പ്രൊഡക്ഷൻ്റെ നമ്പർ കുറയോ അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കൽ ആവാം, അതായത് ഇപ്പോൾ എന്താണ് ഒരു ഡിഫൻസ് സിസ്റ്റം പോലെ അവരുടെ ബോഡിയിൽ വളരുന്ന എംബ്രിയോനെ വളരാൻ അനുവദിക്കാതിരിക്കുക, അതല്ലെങ്കിൽ സ്പേമിനെ കംപ്ലീറ്റ് ഫോറിനായിട്ട് കണക്കാക്കി അതിനെ കംപ്ലീറ്റ് പുറന്തള്ളുന്ന ആ ഒരു പ്രവണത, ആ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് കുറച്ച് കൂടുന്നത് കൊണ്ടും ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റീസൺ കൊണ്ടുണ്ടാവും. സൈക്കോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് പാപമാണ്, ഇങ്ങനെ ചെയ്യുന്നത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ചെറുപ്പത്തിലേ വളർത്തി അവർക്ക് എന്തോ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഉള്ള ആ ഒരു എന്താ പറയാ ഒരു പേടിയോ അല്ലെങ്കിൽ അവരുടെ ആ മെന്റൽ സെറ്റപ്പ് അത് ശരിയല്ല എന്നുണ്ടെങ്കിലും ആ ഒരു കേസസിലും ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ നോട്ട് ബി പ്രഗ്നൻസി. അതാണ് ഈ പറയുന്ന സൈക്കോളജിക്കൽ ഫാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലൊക്കെ ഫീമെയിലാണ് അധികം ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലെയിം ചെയ്യപ്പെടുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യപ്പെടുന്നത് ഫീമെയിലാണ് ഇന്ത്യയിൽ. ഈവൻ ദോ ദ മെയിൽ ഈസ് മോസ്റ്റ്ലി മെയിൽ വിൽ ബി ദ റീസൺ ഫോർ ഗെറ്റിംഗ് ദിസ് പ്രോബ്ലം. അതായത് മെയിലായിരിക്കും മിക്കവാറും ഒരു അധികം പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ ഇൻഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് മെയിലിലാണ് ഫീമെയിലിനേക്കാൾ. അപ്പോൾ അത് സാധാരണ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ഇതാണ്, ഫീമെയിലിനെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ബ്ലെയിം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒന്നാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിൽ ഇങ്ങനെയുള്ള കപ്പിൾസിന് എന്ത് പ്രോബ്ലം ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് സാധാരണ ഒരു ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ കീഴിൽ. പക്ഷേ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ പ്രൊഫഷണൽ എക്സ്പേർട്സും ഒക്കെ വളരെ എക്സ്പെൻസീവും ട്രീറ്റ്മെന്റ് കൂടുതൽ എക്സ്പെൻസീവും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ പോലത്തെ കൺട്രിയിൽ വളരെ കുറച്ച് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കാണ് RCH പ്രോഗ്രാമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് മാത്രം കേട്ടോ. എന്നാൽ പോലും നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ കപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഇല്ലാതില്ല കേട്ടോ. അതേപോലെ ഇതേപോലെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഡിസീസസ് ഒക്കെ ആണെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനത്തെ ആ ഒരു മെത്തേഡാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ തുടർന്നു വരുന്നത്. പിന്നീട് അത് ഡെവലപ്മെന്റ് നടന്ന് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല, അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡിഫക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസോർഡർ ആണ് അവർക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ അനദർ ടെക്നിക്, ദാറ്റ് ഈസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്.
അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ ഒന്നാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ലബോറട്ടറി കണ്ടീഷൻ ഔട്ട്സൈഡ് ദ ലിവിംഗ് സിസ്റ്റം. ഔട്ട്സൈഡ് ദ ലിവിംഗ് സിസ്റ്റം ഇൻ ലബോറട്ടറി കണ്ടീഷനിൽ ലിവിംഗ് സിസ്റ്റത്തിന് പുറത്തായിട്ട് നടക്കുന്നതിനെയാണ് ഇൻവിട്രോ എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റ് ട്യൂബിൽ ലബോറട്ടറി കണ്ടീഷനിൽ ഫെർട്ടിലൈസേഷൻ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യാം. ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ എഗ്ഗും സ്പേമും കൂടെ കൂടിയിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് എല്ലാ ഫെസിലിറ്റിയും, ലിവിംഗ് ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാ ഫെസിലിറ്റിയും ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്ത് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സ്പേമിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ. ദ സ്പേം ആൻഡ് ഓവം it will be induced for the fertilization and the formation of the zygote in the test tube. അതിനെയാണ് in vitro fertilization എന്ന് പറയുന്നത്. ഈ in vitro fertilization test tube baby പ്രോഗ്രാമിലാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിലാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബേബി ഉണ്ടാകുന്ന ടെസ്റ്റ് ട്യൂബിലാണെന്നല്ല അർത്ഥം, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ടെസ്റ്റ് ട്യൂബിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ അത് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് അതിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ കുഞ്ഞുണ്ടാകുന്നത് സാധാരണ പോലെ തന്നെ മദറിന്റെ വൂമ്പിൽ തന്നെയാണ്, അല്ലെങ്കിൽ മദറിന്റെ യൂട്രസിൽ തന്നെയാണ് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ in which the sperm will be collected from either husband or from the donor, and ovum will be collected from either wife or from the donor, and this will be brought together in a test tube and provide appropriate condition for inducing the fertilization. Fertilization induce ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും, എല്ലാ മീഡിയവും, അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കപ്പാസിറ്റേഷൻ ഓഫ് ദ സ്പേം ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്ന്. കപ്പാസിറ്റേഷൻ എന്താണെന്നും പറഞ്ഞിരുന്നല്ലോ. എന്താ കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്രോസോമിന്റെ തോട് പൊട്ടിക്കുന്ന പ്രോസസ്സിനല്ലേ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. തോട് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കല്ല, അതിന്റെ സ്റ്റിറോയിഡൽ ലെയറും അതുപോലെ ഗ്ലൈക്കോപ്രോട്ടീനേഷ്യസ് ലെയറൊക്കെ പതുക്കെ പൊട്ടിച്ച് വിട്ട് ആ എക്രോസോം സോണ പെല്ലുസിഡേനെ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് സോണ പെല്ലുസിഡേനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്, കപ്പാസിറ്റേഷൻ നടക്കുന്നത്. അപ്പൊ ഈ കപ്പാസിറ്റേഷൻ ഒക്കെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ട്യൂബിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഒരു സൈഗോട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക് എന്നാ പറയാ. എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ET എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫീമെയിൽ ബോഡിയിലേക്കാണ്, അല്ലെങ്കിൽ ഫീമെയിലിന്റെ യൂട്രസിലേക്കോ ഫാലോപ്പിയൻ ട്യൂബിലേക്കോ ആണ്. അത് യൂട്രസിലേക്കാണോ ഫാലോപ്പിയൻ ട്യൂബിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നത് ചെയ്യേണ്ടത് എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നറിയോ? സൈഗോട്ട് ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതോ ഏർലി എംബ്രിയോ ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതോ 8 ബ്ലാസ്റ്റോമിയറിന് മേലെയുള്ള എംബ്രിയോ ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നനുസരിച്ചാണ്. അതായത് സൈഗോട്ട് അല്ലെങ്കിൽ ഒരു 8 ബ്ലാസ്റ്റോമിയർ ഉള്ള ഒരു എംബ്രിയോ ആണെന്നിരിക്കട്ടെ, ദാറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഫാലോപ്പിയൻ ട്യൂബ്. അതിനെ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് പറയാം. സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അത് എംബ്രിയോ 8 സെല്ലിന് മേലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. മദറിന്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എംബ്രിയോ വിത്ത് മോർ ദാൻ 8 cells വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ യൂട്രസ് ഓഫ് മദർ. ദാറ്റ് ഈസ് കോൾഡ് ആസ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇനി ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ ഉണ്ട് കേട്ടോ. എന്താ ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസീവ് ചെയ്യാൻ കഴിയാത്ത, അതായത് പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ കഴിയാത്ത ഒരു ലേഡിക്ക് ഒരു കുഞ്ഞിനെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ വഴി ചെയ്യാം. അവർക്ക് കൺസീവ് ചെയ്യാൻ കഴിയില്ല, പ്രഗ്നൻസി ഉണ്ടാവാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ ഇഫ് ഷീ ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ഒവം, ആ സ്ത്രീയുടെ ഒവം കളക്ട് ചെയ്യാം. ഈ എന്താ പറയാ, വൈഫിന്റെ ഒവവും ഹസ്ബൻഡിന്റെ സ്പെർമും കളക്ട് ചെയ്ത് ഒരു വേറൊരു ബയോളജിക്കൽ മദർ അല്ലെങ്കിൽ സറോഗേറ്റഡ് മദറിന്റെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ബയോളജിക്കൽ മദർ
or surrogated mother. ഇവരുടെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ ആയിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, നോർമലായിട്ട് അവിടെ സൈഗോട്ട് ഉണ്ടാവും, നോർമലായിട്ട് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻവൈവോ ഫെർട്ടിലൈസേഷനിൽ സാധാരണയായിട്ട് ചെയ്യുന്നത് ദ ഒവം വിൽ ബി കളക്റ്റഡ് ഫ്രം ദാറ്റ് സറോഗേറ്റഡ് മദർ ഇറ്റ് സെൽഫ്. ആ സറോഗേറ്റഡ് മദറിന്റെ ഒവം തന്നെയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ മെയിലിന്റെ സ്പേം വന്നിട്ട് ഹസ്ബൻഡിന്റെ സ്പേം തന്നെ കളക്ട് ചെയ്ത് ഹസ്ബൻഡിന്റെ സ്പേം വന്നിട്ട് ഈ ഫീമെയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി കൊടുക്കാം. അപ്പൊ അതൊരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡും കൂടിയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഈ ഫീമെയിലിന്റെ വജൈനയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്താൽ ദാറ്റ് ക്യാൻ ബി ഫ്യൂസ് വിത്ത് ദ എഗ് ഓഫ് ദാറ്റ് ബയോളജിക്കൽ മദർ ഓർ സറോഗേറ്റഡ് മദർ. അവിടെ നോർമലി കുഞ്ഞുണ്ടാവും. ഒരു കൺസീവ് ചെയ്യാൻ കഴിയാത്ത ഒരു ലേഡിക്ക് അവരുടെ ഹസ്ബൻഡിന്റെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടും എന്ന് ചുരുക്കം കേട്ടോ. അതിനെയാണ് ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവൈവോ ഫെർട്ടിലൈസേഷനും ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പ്രോസസ് എന്ന് ഗിഫ്റ്റ് ആണ് കേട്ടോ. അതായത് ഗ്യാമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ ഗിഫ്റ്റ് എന്നറിയോ? ഇനി ഒരു ലേഡിക്ക് അവർക്ക് ഒവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷെ അവർക്ക് കൺസീവ് ചെയ്യാനും കഴിയും. ഫെർട്ടിലൈസേഷനും ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒവം ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. അങ്ങനത്തെ കേസിൽ ദ ഒവം ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഫാലോപ്പിയൻ ട്യൂബ്. അതാണ് ഗ്യാമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഗ്യാമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഒരു ഡോണർ ലേഡിയുടെ ഓവം കളക്ട് ചെയ്ത് ആ റെസിപ്പിയൻ ലേഡിയുടെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുക. റെസിപ്പിയൻ ലേഡി അത് അവിടെ ഫാലോപ്പിയൻ ട്യൂബിൽ നോർമൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയും, അതായത് ഒരു ഹസ്ബൻഡിന്റെ സ്പേമിന്റെ ഒപ്പം അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും അവിടെ സൈഗോട്ടായിട്ട് മാറിയ സൈഗോട്ട് എംബ്രിയോ ആയി എംബ്രിയോന്റെ ഫർദർ ഡെവലപ്മെന്റ് യൂട്രസിന്റെ ഉള്ളിൽ നോർമലായിട്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഗിഫ്റ്റ് എന്ന ഈ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്യാവുന്നത് ദ ലേഡി വിച്ച് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഓവം ബട്ട് ദേ ക്യാൻ അണ്ടർഗോ നോർമൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് കൺസെപ്ഷൻ. അവർക്ക് നോർമലായിട്ട് പ്രഗ്നൻസി ഉണ്ടാവാം, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാം, പ്രഗ്നൻസി ഉണ്ടാവാം, പക്ഷേ അവർക്ക് ഓവം ഇല്ല. അപ്പൊ എന്താവും? വേറൊരു ലേഡിയുടെ ഓവം എന്ന് പറഞ്ഞാൽ അവർക്ക് കൺസീവ് ചെയ്യണം, അവർക്ക് പ്രഗ്നന്റ് ആവണം. അതിന് വേണ്ടിയിട്ട് വേറൊരു ലേഡിയുടെ ഓവം വന്നിട്ട് ഇവരെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് അവിടെ ഫ്യൂഷൻ നടന്നിട്ട് ഒരു പുതിയ സൈഗോട്ട് ഉണ്ടാവുകയും എംബ്രിയോ ഉണ്ടാവുകയും ഒരു കുഞ്ഞായിട്ട് മാറുകയും ചെയ്യുന്നത്. അതിനെ ഗിഫ്റ്റ് എന്നാണ് പറയുക, ഗ്യാമീറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ കേട്ടോ. ഇനി നെക്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി ഒരു സ്പേം ഓവത്തിനെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പേമിനെയും ഓവത്തിനെയും പുറത്തെടുത്തതിന് ശേഷം ഈ സ്പേമിന് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നോർമലായിട്ട് ഒരു സ്പേമിന് ഓവത്തിനെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സ്പേമിനെ ഹസ്ബൻഡിൽ നിന്നും ഓവത്തിനെ വൈഫിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം ആ ഹസ്ബൻഡിന്റെ സ്പേം കൊണ്ട് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പ്രോസസ്സ് അതിനെയാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ICSI എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മെയിൽ പാർട്ട്ണർക്ക് നോർമലായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയോ, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില് ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയോ, അല്ലെങ്കിൽ ആ മെയിൽ പാർട്ട്ണറിലെ സ്പേം കൗണ്ട് കുറയുകയോ മോട്ടിലിറ്റി കുറയുകയോ ചെയ്താൽ അന്നേരം യൂസ് ചെയ്യുന്ന ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ല, ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ എങ്ങനെയാണെന്നറിയോ? സീ ഹിയർ ദ സെമൻ വിൽ ബി കളക്റ്റഡ് ഫ്രം ദ ഹസ്ബൻഡിൽ നിന്ന് സെമൻ കളക്ട് ചെയ്യും. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ AI എന്ന് പറയും കേട്ടോ. ഹസ്ബൻഡിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തതിന് ശേഷം ആ സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, സെമിനൽ ഫ്ലൂയിഡ് ഈസ് ഓൾവേസ് വിസ്കസ് അല്ലെ. സെമിനൽ ഫ്ലൂയിഡിന് ഒരു വിസ്കോസിറ്റി ഉണ്ട്. അവർക്ക് ആൽക്കലൈൻ pH ആണ്, വിസ്കസ് ഫ്ലൂയിഡ് ആണ്, സിട്രേറ്റ് ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അങ്ങനെ കുറെ കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കമ്പോണൻസ്
പ്രൊവൈഡ് ചെയ്ത് നമ്മൾ വേറൊരു മീഡിയം പ്രൊവൈഡ് ചെയ്യും സ്പേമിന് വേണ്ടിയിട്ട്. ആ സെമൻ എന്ന വിസ്കസ് ഫ്ലൂയിഡ് മാറ്റിയിട്ട് നമ്മളൊരു ഡൈല്യൂട്ട് ഫ്ലൂയിഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ സ്പേമിന് വേണ്ട എല്ലാ കമ്പോണൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായി, ആ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ് റെസിസ്റ്റൻസ് ഫോർ ദ മൂവ്മെന്റ് ഓൾസോ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് അല്ലെ. സ്പേമിന്റെ മൂവ്മെന്റിനുള്ള റെസിസ്റ്റൻസ് കുറയും വിസ്കോസിറ്റി കുറയുമ്പോൾ. വിസ്കോസിറ്റി കൂടുന്തോറും എന്താണ്, സ്പേമിന് മൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവും അല്ലെ. അപ്പൊ മോട്ടിലിറ്റി കുറഞ്ഞ സ്പേം ആണെങ്കിൽ ഈ വിസ്കസ് ഫ്ലൂയിഡിൽ കുറേയും കൂടി മോട്ടിലിറ്റി കുറവായിരിക്കും കാണിക്കുക. അതേപോലെ തന്നെ സ്പേം കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 to 4 ml ഓഫ് സെമൻ വിൽ ബി റിലീസ്ഡ് ഇൻ 1 ഇൻസെമിനേഷൻ. ഒറ്റ ഇജാക്കുലേഷനിൽ ഒരു 3 മുതൽ 4 ml സെമൻ റിലീസ് ചെയ്യും. ആ 3 മുതൽ 4 ml സെമൻ റിലീസ് ചെയ്യുന്നതിന് കംപ്ലീറ്റ് സ്പേമിനെയും സെപ്പറേറ്റ് ചെയ്ത് ആ സ്പേമിനെ ഒരു ആർട്ടിഫിഷ്യൽ മീഡിയയിലേക്ക് കൊടുത്ത് ആ ആർട്ടിഫിഷ്യൽ മീഡിയയിൽ വിസ്കോസിറ്റിയും കുറച്ച് കൊടുത്ത് അതിന്റെ അളവും കുറച്ച് കൊടുത്താൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പേം വിൽ ബി ഇൻക്രീസ്ഡ്, അതായത് സ്പേം കൗണ്ട് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. അതേപോലെ മോട്ടിലിറ്റി നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയ ഇതിന് നമ്മൾ ഡൈല്യൂട്ടഡ് സ്പേം എന്നാണ് പറയുന്നത്. സ്പേം ഹാസ് ടു ബി ഡൈല്യൂട്ടഡ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മീഡിയം സ്പെഷ്യൽ കെയറും ഒക്കെ കൊടുത്തിട്ടാണ് അത് ഈ പറയുന്ന സ്പേം ഡൈല്യൂഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്പേം ഡൈല്യൂഷൻ ചെയ്തതിന് ശേഷം ബൈ യൂസിങ് ആൻ ആർട്ടിഫിഷ്യൽ കത്തീറ്റർ വെച്ചിട്ടാണ് അത് ഫീമെയിൽ വജൈനയിലേക്ക് അല്ലെങ്കിൽ സെർവിക്കൽ റീജിയനിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആർട്ടിഫിഷ്യലി ഇറ്റ് വിൽ ബി ഇൻസെമിനേറ്റഡ് ഇൻസൈഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അത് ഒന്നുപോലെ എന്താണ് വജൈനയിലേക്കായിരിക്കും ഇൻസെമിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ യൂട്രസിലേക്കായിരിക്കും ഇൻസെമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇൻട്രാ യൂട്രിൻ ഇൻസെമിനേഷൻ എന്നും പറയും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാ യൂട്രിൻ ഇൻസെമിനേഷൻ. അതായത് യൂട്രസിന്റെ ഉള്ളിലേക്കും ഇൻസെമിനേറ്റ് ചെയ്യാം ആർട്ടിഫിഷ്യലി ബൈ യൂസിങ് കത്തീറ്റർ കേട്ടോ. Then after that during ovulation, ആ ലേഡിക്ക് ഓവുലേഷൻ ഉള്ള സമയത്തായിരിക്കണം ഈ സ്പേം ഇൻസെമിനേറ്റ് ചെയ്യേണ്ടത്. നോർമലി ദി സ്പേം ഇറ്റ് വിൽ സ്വിം ടുവേർഡ്സ് ദ ഫാലോപ്പിയൻ ട്യൂബ് ആൻഡ് ഇറ്റ് വിൽ അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറ്റ് വിൽ ഫോം ദ സൈഗോട്ട്. നോർമലി എംബ്രിയോ ഡെവലപ്പ് ചെയ്യും, എംബ്രിയോ ഡെവലപ്പ് ആയിട്ട് ഒരു ഫീറ്റസ് ആയിട്ട് മാറും. ദിസ് ഈസ് അനദർ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി കേട്ടോ. അപ്പോൾ പക്ഷേ ഈ എല്ലാ ടെക്നിക്കിലും സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്ന വളരെ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI മെത്തേഡാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഇൻട്രാ യൂട്രെയിൻ ഇൻസെമിനേഷൻ, അതായത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് ആണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഈ ആർട്ട് ടെക്നിക്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഇതാണെങ്കിൽ കൂടി ഇതും നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ഒരുപാട് മണി എക്സ്പെൻസിന് കാരണമാവും. അത് ഒരുപാട് എന്താ പറയുക, അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്ന് ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ART, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി പലതരത്തിൽ നമ്മൾ പഠിച്ചു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലെ എംബ്രിയോ ട്രാൻസ്ഫർ 2 തരത്തിലെ സെഫ്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ IUT പഠിച്ചു. അതുപോലെ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ സർവഗേറ്റഡ് മദർ അല്ലെങ്കിൽ ബയോളജിക്കൽ മദറിനെ വെച്ച് ചെയ്യുന്ന പഠിച്ചു. ഗ്യാമീറ്റ് ഇൻട്രാഫാലോപ്പിയൻ ട്രാൻസ്ഫർ പഠിച്ചു. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ പഠിച്ചു. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി IUI ചെയ്യുന്ന ഇൻട്രാ യൂട്രിൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇൻസെമിനേറ്റ് ചെയ്യുന്ന വജൈനയിലേക്കും ആവാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു എന്താ പറയുക കാര്യം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംലി പ്രെസിഷൻ ഹാൻഡ്ലിംഗ് സ്പെഷ്യലൈസ്ഡ് ഹാൻഡ്ലിംഗ് എക്സ്പേർട്സ് വേണം. അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് വേണം. അതേപോലെ തന്നെ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ വേണം. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഒരുപാട് എക്സ്പെൻസ് കൂടിയ ഒരു പ്രോസസ്സ്, ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ബെനഫിറ്റ് എല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്നതും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നമ്മുടെ RCHൻ്റെ കീഴിലുള്ളതാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കുറേയൊക്കെ എന്താണ് ഈ പറയുന്ന കപ്പിൾസ് എടുക്കേണ്ടി വരും. അത് കംപ്ലീറ്റ് ആയിട്ട് അഫോർഡ് ചെയ്യാൻ എല്ലാവർക്കും കഴിയണം എന്നില്ല. അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി ലിമിറ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് അതും എന്താ പറയുക ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ കുറേ ആളുകളെയെങ്കിലും പിന്തിരിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ, അതായത് വൈകാരികമായിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ലേഡിയിൽ ഗിഫ്റ്റ് വഴി വേറൊരു ലേഡിയുടെ ഓവം ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്നുണ്ടാകുന്ന കുഞ്ഞ് എല്ലാ ലേഡീസിനും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അവരുടെ കുഞ്ഞല്ല, അവരുടെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞാണ് എന്ന് പറയാം, വേറെ ഏതോ ലേഡിയുടെ ഓവമാണ്. അതെല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ വലിയ കഴമ്പൊന്നും ഇല്ലാത്തതാണ്. എന്നാൽ കൂടി എല്ലാവരും അത് ഒരേ രീതിയിൽ കാണണം എന്നില്ല. അതേപോലെ തന്നെ വേറെ ഇപ്പം ടെസ്റ്റ് ബേബി പ്രോഗ്രാമിലാണെങ്കിൽ ഓവം സ്പെം, ഇപ്പോൾ ഓവം കളക്ട് ചെയ്യാൻ പറ്റിയില്ല, ഓവം ഡോണറാണ്, അപ്പോൾ അത് വേറൊരാളുടെ ആയിപ്പോയി, അല്ലെങ്കിൽ സ്പെം ഡോണറാണ്, അത് വേറൊരാളുടെ കുഞ്ഞായിപ്പോയി. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരാം. അതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള കുഞ്ഞ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അത് നിങ്ങളായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഞ്ഞ് ഉണ്ടായാൽ തന്നെ അത് നന്നാവില്ല, ശരിയാവില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി, അത് അങ്ങനെ വരാം. അതേപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ്, അവർക്ക് എങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞാണ് എന്നുള്ള ആ ഒരു അങ്ങനെ പറയുമല്ലോ എന്നുള്ള ഒരു ഇത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെയൊരു കാര്യം അഡോപ്റ്റ് ചെയ്യാൻ എല്ലാവരും റെഡി ആവാറില്ല കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ഇത്രയും സഹിച്ച് നമ്മളൊരു കുഞ്ഞിനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു പേരൻറ്ഹുഡ്, നമ്മളൊരു പേരൻറ്ഹുഡ് അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് വേറൊരു അൾട്ടിമേറ്റ് മെത്തേഡ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അതായത് ദർ ആർ മെനി ഓർഫൻ ചിൽഡ്രൻ അല്ലേ, അനാഥരായിട്ടുള്ള, നേരെ ഭക്ഷണം കിട്ടാത്ത ഓർഫൻ ആൻഡ് ഡിസ്റ്റ്യൂട്ട് ചിൽഡ്രൻ. ഡിസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ ഒരുപക്ഷെ അഡൽട്ട് സ്റ്റേജ് വരെ സർവൈവ് ചെയ്യാൻ പോലും കഴിയാത്ത കുട്ടികളായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തുക എന്ന് പറയുന്നത് ലീഗലി പെർമിറ്റഡ് ആണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എന്താ പറയുക, ഒരു വലിയ കാര്യം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ആ ഒരു കുഞ്ഞിനൊരു ലൈഫ് കിട്ടും, നമുക്ക് നല്ലൊരു പാരൻറ്ഹുഡും കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ ഇത് ഒരു ഓർഫനേജിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കുട്ടി, ഒരു ഓർഫൻ കുട്ടി, അത് വേറെ ആരുടെയോ ആണ്, അവരുടെ ജനറ്റിക് കോമ്പോസിഷൻ എന്തോ ആണ്, അവരുടെ ക്യാരക്ടറായി പോകും. അങ്ങനെയൊന്നുമില്ല. ഓരോ കുട്ടിയും അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ ആണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അവർ കണ്ടു പഠിക്കുന്നതാണ്, അവരുടെ ചുറ്റുപാടും നിന്ന് പഠിക്കുന്നതാണ്. ജനറ്റിക് ആയിട്ടുള്ളതല്ല അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ജനറ്റിക് ആയിട്ടുള്ള ചില പെരുമാറ്റം എന്ന് പറയുന്ന, പെരുമാറ്റം എന്നല്ല പറയാം, അത് ചില എക്സ്പ്രസ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. എക്സ്പ്രസ്ഡ് ക്യാരക്ടേഴ്സ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഫ്രം ദെയർ പാരൻസ് ഇറ്റ്സെൽഫ്. അത് നമ്മളെ ഒരു തരത്തിലും ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് അവരുടെ ബിഹേവിയർ, അത് നമ്മളെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് തന്നെയായിരിക്കും അവർ മോൾഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അന്യരുടെ കുട്ടികളാണല്ലോ എന്നുള്ള ആ ഒരു വറീസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ ഒരുപാട് അഡീഷണൽ പോയിന്റ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് തിയറിയാണ് കേട്ടോ. അപ്പോൾ അത് വായിച്ച് തന്നെ വേണം പഠിക്കാൻ. ഞാൻ ഇതിൻ്റെ ഈ സെയിം ഇത് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ബുക്ക് വെച്ച് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി പഠിച്ചാലും നല്ലതായിരിക്കും. അതിനകത്തുനിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ ഓരോ ഡിസീസിൻ്റെയും സിംറ്റം പറഞ്ഞല്ലോ, അത് മാത്രമേ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന അതേ പോയിന്റ്